ലൈംഗിക വൈകൃതമുള്ള പങ്കാളിക്കൊപ്പമുള്ള ജീവിതം സ്ത്രീകളെ സംബന്ധിച്ച് നരകതുല്യമാണ്. സ്നേഹവും കരുതലും ലഭിക്കേണ്ട വീടുകൾക്കുള്ളിൽ ഭീതിയോടെ കഴിയേണ്ടി വരുന്ന സാഹചര്യം, ഭർത്താവിൽ നിന്നുള്ള ചൂഷണങ്ങൾ, സ്വന്തം പെൺകുഞ്ഞിനെ പോലും വീട്ടിൽ സുരക്ഷയില്ലാത്ത അവസ്ഥ. കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അഖില വെബ്സൈറ്റുകൾക്ക് വിറ്റുവെന്ന ആരോപണത്തിന് പിന്നാലെയാണ് മകളുടെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന പരാതിയും ഉയർന്നു വന്നത്. എന്നാൽ ആ പരാതിയിൽ എന്തുകൊണ്ടാണ് പ്രതിക്കെതിരെ പോലീസ് പോക്സോ വകുപ്പ് ചുമത്താത്തത്? ഇതോടെ സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരിയുടെ തീരുമാനം. അതിനിടെ 4 വയസ്സുകാരിയായ മകൾക്ക് കൗൺസിലിംഗ് നൽകാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. സംഭവത്തിൽ 4 വയസ്സുകാരി മകളുടെ അടക്കം ദൃശ്യങ്ങൾ പകർത്തിയതിൽ കൗൺസിലിംഗ് നൽകിയ ശേഷം കുട്ടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ പ്രതിക്കെതിരെ പോക്സോ കേസ് ചുമത്തണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിച്ചിരുന്നു. 4 വയസ്സുകാരി മകൾക്ക് മുന്നിൽ ലൈംഗിക വൈകൃതം കാണിച്ചെന്ന് അമ്മ മൊഴി നൽകിയിട്ടും പോലീസ് പോക്സോ ചുമത്തിയിരുന്നില്ല. കേസിൽ പോക്സോ ചുമത്താത്തതിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് പരാതിക്കാരിയുടെ തീരുമാനം. ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പറയുന്നു. അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിലോട്ട് ഇത് മൂവ് ചെയ്യണമെന്ന്. അവൻ ഇത്രയും ചെയ്തിട്ട് എന്തുകൊണ്ട് പോസ്കോ അവർ ഫയൽ ചെയ്യുന്നില്ല? എല്ലാ എവിഡൻസും ഞാൻ കാണിച്ചു കൊടുത്തത്. അവനായിട്ട് എടുത്തു വെച്ചതാണ് ഇതെല്ലാം. അവൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അവൻ ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് അത് ചെയ്യും. അവൻ ആദ്യമേ പ്രൂഫ് കാണിക്കുമ്പോൾ അവൻ ചെയ്തിട്ടില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അവൻ പ്രൂഫ് ഇല്ലെങ്കിൽ നമ്മളെ അടിക്കും, മീൻസ് നമ്മളെ ദേഹോപദ്രവം ചെയ്യും. നീ ഇത് ആർക്കാന്ന് വെച്ചാൽ കൊണ്ട് കാണീര്, അവരെങ്ങനെ പ്രൂവ് ചെയ്യാനാണ്, എനിക്ക് പേടിയാവോ, ഇതൊക്കെ അവൻ ചോദിക്കുന്നത്. എന്നുവെച്ചാൽ ഞാനത് മൂവ് ചെയ്യില്ല എന്ന് അവനറിയാം. കാരണം നാണക്കേടാണല്ലോ, കൊച്ചിനും ഇത് പ്രശ്നം വരും, എനിക്കും ഇത്. എന്നിട്ടും വീണ്ടും കാണിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലിത് അറിയിച്ചത്. ഇവൻ എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാനാണോ എന്ന് അറിയില്ല. സെൻഡ് ചെയ്ത് കൊടുക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത്? അത് എൻ്റെ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, ഇതപ്പോൾ നീ സെൻഡ് ചെയ്ത് കൊടുത്തോ, അല്ലാതെ നീ എന്തിനാ ഈ വീഡിയോ എടുക്കുന്നത്? കാരണം എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവൻ വീട്ടിൽ ഉപദ്രവമാണ്, കസേര എടുത്തെറിയും, ഓരോ പ്രശ്നങ്ങൾ അവൻ തന്നെ ഉണ്ടാക്കും. അന്വേഷണം ഊർജിതമാക്കാൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കിടപ്പുമുറിയിൽ നിന്നുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭർത്താവ് അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റെന്ന പരാതിയിൽ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രതി സ്വന്തം അമ്മയുടെയും മറ്റു ചില സ്ത്രീകളുടെയും നഗ്നദൃശ്യങ്ങൾ പകർത്തി ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് യുവതി പറയുന്നു. പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ കൗൺസിലിംഗ് കഴിഞ്ഞ ശേഷം മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിട്ട് മാത്രമേ പോക്സോ കേസ് പരിഗണിക്കൂ എന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.